നമസ്കാരം, ഏവർക്കും ഇന്നത്തെ ഈവനിംഗ് പോഡ്കാസ്റ്റ് വീഡിയോയിലേക്ക് സ്വാഗതം. വിപണി നാലാമത്തെ തുടർച്ചയായ ദിവസവും പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. നിഫ്റ്റി ബാങ്ക് തുടർച്ചയായ രണ്ടാമത്തെ ദിവസവും റെക്കോർഡ് ഹൈ ടച്ച് ചെയ്തു. 57,000 എന്ന മാർക്ക് ഇത് ആദ്യമായി നിഫ്റ്റി ബാങ്ക് ടച്ച് ചെയ്തിട്ടുണ്ട്. നിരക്ക് കുറയ്ക്കലിന് ശേഷം ബാങ്കുകളും NBFCകളും വീണ്ടും നേട്ടം നിലനിർത്തി. നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചത് മിഡ് ക്യാപ്പ് ആയിരുന്നു. 1% മുകളിൽ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു. ഇന്ന് ട്രേഡ് ചെയ്ത ഏഷ്യൻ മാർക്കറ്റുകളും പോസിറ്റീവിൽ തന്നെയായിരുന്നു. ജപ്പാൻ മാർക്കറ്റ് നിക്കി 1% അടുത്ത് നേട്ടത്തിൽ, ഹോങ്കോങ് മാർക്കറ്റ് 1.5% മുകളിൽ നേട്ടത്തിൽ, തായ്വാൻ മാർക്കറ്റ് 0.5% നേട്ടം, കോസ്പി മാർക്കറ്റ് 1.5% നേട്ടം, ഷാങ്കായ് കോമ്പോസിറ്റ് 0.5% അടുത്ത് നേട്ടത്തിലുമാണ് ക്ലോസ് ചെയ്യുന്നത്. യൂറോപ്യൻ വിപണി ഇപ്പോഴൊരു ഇടിവിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. UK മാർക്കറ്റ് FTSE 0.20% ഇടിവിൽ, ഫ്രാൻസ് മാർക്കറ്റ് CAC 0.24% ഇടിവിൽ, ജർമ്മൻ മാർക്കറ്റ് ഡാക്സ് 0.62% ഇടിവിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ മിക്സഡ് ആണ്. ഡൗ ജോൺസ് 0.26% ഇടിവിൽ, S&P 500 0.10% നേട്ടത്തിലും, നാസ്ഡാക്ക് 0.5% നേട്ടത്തിലും ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നു. മറ്റ് അസറ്റ് ക്ലാസ്സുകളിലേക്ക് വന്നാൽ ക്രിപ്റ്റോ കറൻസിയിൽ ബിറ്റ്കോയിൻ ഇപ്പോൾ $107,000 ട്രേഡ് ചെയ്യുന്നത്. ഏകദേശം 3-4 ദിവസം കൊണ്ട് പെട്ടെന്നൊരു റിക്കവറിയാണ് ഇപ്പോൾ ബിറ്റ്കോയിനിൽ കണ്ടത്. ഗോൾഡ് 0.4% നേട്ടത്തിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ക്രൂഡ് ഓയിൽ ഉള്ളത് 0.4% നേട്ടത്തിലാണ്. ഇന്നത്തെ ഹൈലൈറ്റ് ആയിട്ടുള്ള കുറച്ച് വാർത്തകളാണ് നമ്മളിവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വെറും 799 രൂപയ്ക്ക് നിങ്ങൾക്ക് 1 മാസത്തേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. നമ്മുടെ ഒത്തിരിയേറെ സ്റ്റോക്കുകൾ നല്ല പെർഫോമൻസ് നടത്തുന്ന സ്റ്റോക്കുകളുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഈ ഒരു സിൽവർ വിലയൊക്കെ നന്നായി കുതിച്ചു കയറുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഹിൻഡ് സിങ്ക് അടക്കമുള്ള നിരവധി സ്റ്റോക്കുകൾ നമ്മൾ 4 ദിവസം മുൻപൊക്കെ എഡ്യൂക്കേഷണൽ വ്യൂസ് നമ്മൾ ഷെയർ ചെയ്തിരുന്നതാണ്. സ്റ്റോക്ക് ഇപ്പോൾ തന്നെ ഏകദേശം 13% റിട്ടേൺ നമുക്ക് നൽകി. സ്റ്റോക്ക് ഇന്നും 4% ഉയരുകയുണ്ടായി. അത്തരത്തിൽ നിരവധി സ്റ്റോക്കുകൾ, കോൺകോർഡ് ബയോടെക് ആയാലും അതുപോലെ സൈഡസ് ലൈഫ് ആയാലും നിരവധി സ്റ്റോക്കുകൾ നല്ലവണ്ണം പെർഫോം ചെയ്യുന്നുണ്ട്. ഇത്തരത്തിലുള്ള ധാരാളം സ്റ്റോക്കുകൾ എല്ലാ ദിവസവും നമ്മൾ നമ്മുടെ എഡ്യൂക്കേഷണൽ വ്യൂസ് ആയിട്ട് നമ്മുടെ ഗ്രൂപ്പിൽ നൽകാറുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആർക്കെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ടുമുകളിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇന്നത്തെയും നമ്മുടെ വീഡിയോയ്ക്ക് ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ധാരാളം സെക്ടറുകൾ ഇന്ന് നല്ല പെർഫോമൻസ് നടത്തിയ ദിവസമായിരുന്നു. നിഫ്റ്റി IT ഏകദേശം 1% ഉയർന്നു. PSU ബാങ്ക് 1.5% അടുത്ത് ഉയർന്നു. നിഫ്റ്റി എനർജി 1.19% ഉയർന്നപ്പോൾ നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് 1% നേട്ടമുണ്ടാക്കി. നിഫ്റ്റി PSE 1.18% ഉയർന്നു. ഇനി നമ്മൾ പോകുന്നത് നിഫ്റ്റി ഓട്ടോയിലേക്കാണ്. 0.5% ഉയർന്നത്. ഇന്ന് NSEയിൽ ഓട്ടോ സ്റ്റോക്കുകളിൽ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഹുണ്ടായ് മോട്ടോർ ഇന്ത്യ ആയിരുന്നു. ഏകദേശം 4.5% മുകളിലാണ് ഹുണ്ടായ് ഉയർന്നത്. കൂടാതെ ഓൾ ടൈം ഹൈ ലെവലും ടച്ച് ചെയ്യുകയുണ്ടായി. മറ്റ് നല്ല നേട്ടമുണ്ടാക്കിയ സ്റ്റോക്കുകൾ മാരുതി സുസുക്കി ആയിരുന്നു. 1.5% ഉയരുകയുണ്ടായി. ഹീറോ മോട്ടോകോപ്പ് 1.7% ഉയർന്നു. ഇപ്പോൾ RBI 50 ബേസിസ് പോയിന്റ്സ് കുറച്ച് 5.5% റിപ്പോ നിരക്ക് എത്തി നിൽക്കുന്നത്. കൂടാതെ CRR 100 ബേസിസ് പോയിന്റ്സ് കുറയുകയും ചെയ്തു. ഇത് തന്നെയാണ് ഓട്ടോ സെക്ടറിലുള്ള കമ്പനികളെ സംബന്ധിച്ച് നല്ല ബൂസ്റ്റിംഗ് ആയത്. ഓട്ടോ സെക്ടറിലുള്ള 80 മുതൽ 85% വരെയും ധനസഹായം അല്ലെങ്കിൽ ഒരു ഫിനാൻസിങ് മുഖാന്തരമാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ കാരണം കൊണ്ട് തന്നെയാണ് ഓട്ടോ സെക്ടറിലുള്ള കമ്പനികൾക്ക് ഇത്രയധികം ഗുണം ലഭിക്കാൻ കാരണമായത്. ഇനി മറ്റൊരു കാര്യം ഇന്നുണ്ടായത്, സ്വിഗ്ഗി, എറ്റേണൽ, അതായത് സൊമാറ്റോ തുടങ്ങിയ കമ്പനികൾ 3 മുതൽ 2% വരെ ഇന്ന് ഇടിഞ്ഞിരുന്നു. ഇതിൻ്റെ കാരണത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ റാപ്പിഡോ എന്ന ആപ്പിനെ കുറിച്ച് നമ്മളിൽ പലരും കേട്ടിട്ടുണ്ടാവും. പുതിയ ഒരു ഓൺലൈൻ ആപ്പാണത്. റാപ്പിഡോ എന്ന ഈ കമ്പനി ഭക്ഷ്യ വിതരണ സേവനങ്ങളിലേക്ക് കടന്നിരിക്കുന്നു. ഇവർ ഇപ്പോൾ നൽകിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഓഫർ എന്താണെന്ന് വെച്ചാൽ, സ്വിഗ്ഗി, സൊമാറ്റോ പോലുള്ള പ്രധാന പ്ലെയേഴ്സിനെ അപേക്ഷിച്ച് ഇവർ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഏകദേശം 50% ഡിസ്കൗണ്ടിലാണ് ഇവരിപ്പോൾ ഭക്ഷ്യ സാധനങ്ങൾ എത്തിച്ചു കൊടുക്കുന്നത്. നിലവിലെ ഭക്ഷ്യവിതരണ വിപണിയിലെ ഏറ്റവും കീ പ്ലെയേഴ്സ് ആയിട്ടുള്ളത് സ്വിഗ്ഗിയും എറ്റേണലും തന്നെയാണ്. ഇതിനൊരു ഭീഷണിയാവും എന്നതുകൊണ്ട് തന്നെയാണ് ഇന്ന് സ്വിഗ്ഗി ഏകദേശം 2.8% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്തത്. എറ്റേണൽ ഏകദേശം 2% ഇടിയുകയുണ്ടായി. വരുന്ന ദിവസങ്ങളിലും ഈ സ്റ്റോക്കുകളുടെ ഒരു പെർഫോമൻസ് നമുക്ക് വാച്ച് ചെയ്യാം. മറ്റൊരു മുഖ്യമായ വാർത്ത ഇന്നലെ ഉണ്ടായിരുന്നത്, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ വൈദ്യുതി ഡെറിവേറ്റീവുകളിൽ വ്യാപാരം ആരംഭിക്കുന്നതിന് റെഗുലേറ്ററിൽ നിന്ന് അനുമതി ലഭിക്കുകയുണ്ടായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് തന്നെ സ്റ്റോക്ക് ഇന്ന് ഏകദേശം 7% നേട്ടമാണ് ഉണ്ടാക്കിയത്. ഇന്ന് വീണ്ടും 5% അടുത്ത് ഉയർന്നത് ഹിന്ദുസ്ഥാൻ സിങ്ക് ആയിരുന്നു. ഹിൻഡ് സിങ്ക് 9 ദിവസം കൊണ്ട് 15% ഉയർന്നത്. അതായത് സിൽവർ പ്രൈസുകളിൽ ഉണ്ടായ നല്ല നേട്ടം ഇപ്പോഴും ഹിൻഡ് സിങ്കിന് നല്ല നേട്ടം തന്നെയാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അടുത്തത് നമ്മളൊരു സ്റ്റോക്കിനെ കുറിച്ചാണ് പറയുന്നത്. ISGEC ഹെവി എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് സ്റ്റോക്ക് ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ പാറ്റേൺ ആണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ഇനി ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് പോലെ ഈ ഒരു കപ്പ് ആൻഡ് ഹാൻഡിൽ ബ്രേക്ക് ഔട്ട് ലഭിക്കുകയാണെങ്കിൽ
ഏകദേശം 1281 മുതൽ 1285 മുകളിലായിട്ട് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, ഒരു 1 വീക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരുപക്ഷെ 1500 വരെയൊക്കെ സ്റ്റോക്ക് പോകാനുള്ള സാധ്യതകളുണ്ട്. ഈ പാറ്റേണുകളൊക്കെ ലക്ഷക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളാണ്. കാൻഡിലുകൾ, കാൻഡിൽ സ്റ്റിക്ക് പാറ്റേണുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ട്രേഡിങ്ങിൽ ധാരാളം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇത്തരത്തിൽ കൂടുതൽ ഡെപ്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളുടെ ട്രേഡിംഗ് കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. തൊട്ട് മുകളിലെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഞങ്ങളുടെ ആ കോഴ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുക്കാറുള്ളത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നതും. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.